ഹായ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ പാട്രിയോട്ട്, അതായത് മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോച്ച അഭിനയിക്കുന്ന പാട്രിയോട്ടിൻ്റെ റിലീസ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 23-നാണ് ലോകമെമ്പാടും 650-ലേറെ സ്ക്രീനിൽ ഈ സിനിമ നമുക്ക് മുമ്പിലെത്താൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് അതിൻ്റെ ട്രെയിലർ, ഒരു ബിഗ് ട്രെയിലർ, 3 മിനിറ്റും 29 സെക്കൻഡുമുള്ള ഒരു വലിയ ട്രെയിലർ നമ്മുടെ ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ സെൻസറിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കണം. ഏപ്രിൽ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ മിക്കവാറും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഈ വീഡിയോ മെയിനായിട്ട് നമ്മൾ മമ്മൂക്കയുടെ സിനിമയാണിത് എല്ലാവർക്കും അറിയാം. ഇതിൽ ലാലേട്ടൻ ഗസ്റ്റ് റോളിലാണ്. ഗസ്റ്റ് റോൾ പറഞ്ഞാൽ അത്യാവശ്യം ഒരുപാട് ലെങ്തി റോളാണ്. അപ്പോൾ ഈ സിനിമയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കണം മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ തിയേറ്ററിൽ നമുക്ക് അറുമാധികാരം എല്ലാ ഭാഗത്തിലുണ്ടാവും. ഒരു പ്രത്യേക തരത്തിലുള്ള പൊളിറ്റിക്കൽ ത്രില്ലറായിട്ട് വരുന്ന ഒരു പ്രത്യേക ജോണറിലുള്ളൊരു നമുക്കെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. അതൊരു കൊമേഴ്ഷ്യലായിട്ട് മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ഒന്നാണ് ഈ പാട്രിയോട്ട്. ഈ സിനിമക്കകത്ത് നമുക്ക് ഒരുപാട് സർപ്രൈസ് എലമെൻറ്റ്സ് ഒക്കെ അവർ കാത്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ നമുക്ക് ഫാൻ ഷോ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് നമ്മുടെ മമ്മൂക്ക 6000-ഓളം വരുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകർ, അതായത് ഫാൻസിൽ മെമ്പർഷിപ്പ് എടുത്തവരെ മാത്രമല്ല, അവരെ ഫാമിലീസ്, അവരെ മക്കൾ, അല്ലാതെ അദ്ദേഹത്തിന് ആ ടൈമിൽ കാണാൻ വന്ന എല്ലാവരുമായിട്ടും അദ്ദേഹം നിന്ന് ഫോട്ടോ എടുത്തു. അതും വളരെ സന്തോഷം, വളരെ ഹെൽത്തി ആയിട്ട് അദ്ദേഹം ഫോട്ടോ എടുത്തു. നിങ്ങളൊന്ന് ചിന്തിക്കണം, 6000 ആളുകളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. നമുക്കറിയാം, ഒരു കല്യാണത്തിന് നമ്മൾ ഒരു 10 ആളെ വെച്ച് ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇവിടെയൊക്കെ വേദന ചിരിച്ചു കാണ്ടും നമ്മളവർ പറയുന്ന പോസ്റ്റ്. പക്ഷേ ഈ ഒരു അത് ഒറ്റതിൽ ഇങ്ങനെ നിന്ന്, അതും അദ്ദേഹത്തോട് പറഞ്ഞാൽ കൂടി അദ്ദേഹം പറയും കുഴപ്പമില്ല ഫോട്ടോ എടുത്തു. കാരണം അദ്ദേഹത്തിന് ബ്രേക്ക് കൊടുത്താലും പറയാം, അദ്ദേഹം പറയാം വേണ്ട കുഴപ്പമില്ല, അവരെന്നെ കാണാൻ വന്നില്ല. ആ ഒരു മൈൻഡിൽ അദ്ദേഹം എടുത്തിട്ട് അത്രത്തോളം ആൾ വെച്ച് ഫോട്ടോ എടുത്തു. വളരെ വലിയ സന്തോഷം. ഇത് കാണാം, അദ്ദേഹത്തോടു കൂടെ ഫോട്ടോ എടുക്കാവുന്നവർക്കും സന്തോഷം, ഇത് കാണുന്ന നമുക്കും വലിയൊരു അനുഭൂതിയാണ്. ഞാനൊക്കെ ഇതിനു മുമ്പേ കാസർഗോഡ് വെച്ച് ഫോട്ടോ എടുത്തതാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ, നമ്മുടെ ഈ പാട്രിയോട്ട് സിനിമയുടെ ഫാൻ ഷോ ഒഫീഷ്യൽ ടൈം അവർ നമുക്ക് തന്നിക്കണേ. രാവിലെ 8 മണിക്കാണ് ഫാൻ ഷോയുടെ ടൈം. ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ മമ്മൂക്കയുടെ ഫാൻ ഷോ 9 മണിക്കാണ് സാധാരണ സിനിമക്ക് കിട്ടാറ്. 8 മണിക്ക് 7 മണിക്കും കുറേ ആയിപ്പോൾ കിട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം എന്നോണം 8 മണിക്ക് കറക്റ്റ് ടൈം, അതായത് ഒരു സിനിമ ആസ്വദിക്കാൻ വരുന്ന പ്രേക്ഷകന് 8 മണി എന്ന് പറയുന്ന ടൈം വളരെ നല്ല ടൈം. കാരണം നമ്മൾ 4 മണി 5 മണിക്കൊക്കെ നമ്മുടെ സിനിമ കാണാൻ പോകും. നമ്മളൊരു ഉറക്കച്ചടവിൽ പോയിട്ട് കാണുമ്പോൾ നമുക്ക് ആ സിനിമക്കകത്ത് എന്താണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് എന്താ, നമുക്ക് കറക്റ്റ് നമ്മളെ മൈൻഡിലേക്ക് എടുക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നത്. അത്രത്തോളം കുറച്ച് അതിനോട് ഇതുള്ളവർക്ക് പറ്റും. അല്ലാത്ത നോർമലി ഉള്ള ഒരുപാട് ഓഡിയൻസ് ഉണ്ട്, അവർക്കൊന്നും ഇത് കണക്റ്റ് ആവില്ല. അപ്പോൾ അവർ പറയും ലാഗാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ആ സിനിമയ്ക്ക് നോർമലി നൂൺ ഷോക്ക് തുടങ്ങേണ്ട സിനിമ യുടെ മുമ്പേ നമുക്ക് തുടങ്ങുന്ന ഫാൻ ഷോ. അപ്പോൾ അതിന് വരുന്ന ആളുകളെ വരെ ഈ സിനിമ അത്ര പോരാ എന്ന് പറഞ്ഞാൽ ആ സിനിമ വളരെ ബോറായ രീതിയിൽ പോയിട്ട് ആ സിനിമക്ക് വളരെ മോശമായ ഒരു ഒരു അനുഭവം ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നല്ല എല്ലാ ഓഡിയൻസും, അതായത് നോർമൽ ഓഡിയൻസിനും ഫാൻസായിട്ട് നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ കാണാനാണ് ഈ 8 മണി എന്ന ടൈം. നല്ലൊരു ടൈമാണ്, സിനിമക്ക് കൊടുത്ത നല്ലൊരു ടൈമാണ്. എന്തായാലും നല്ലൊരു സിനിമ നമുക്ക് പ്രതീക്ഷയല്ല, ഉറപ്പാണ്. കാരണം അത്രത്തോളം ഇതിൻ്റെ പിന്നിൽ അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളത് നമുക്കിതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടറിയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നത് സുഷിൻ ശ്യാമാണ്. അദ്ദേഹം അടിച്ച് പൊളിച്ച് തൂഫാനാക്കുന്നുള്ളത് ഒരു സംശയമുണ്ട്. അതും നല്ല രീതിയിലുള്ള കഥാതന്തു ഒക്കെ തന്നെ ഇത് നമുക്ക് വളരെ എക്സൈറ്റ്മെൻറ്റുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ മലയാള സിനിമയിൽ നടക്കാത്തൊരു സംഭവം, അതായത് മമ്മൂക്ക ലാലേട്ടൻ ഒരുമിച്ച് ഇൻ്റർവ്യൂവിന് എത്തും എന്നുള്ള ഒരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൺഫേംഡ് ആണ്. അധികം വൈകാതെ അവർ തമ്മിലുള്ള ഇൻ്റർവ്യൂ, അവരുടെ ചില തിരക്കുകൾ മാറ്റി വെച്ച് അവരിതിന് വരും. അത് നമുക്ക് വളരെ വലിയൊരു അനുഭവം തന്നെ ആകും. കാരണം അങ്ങനെ ഒരു സംഭവം ഈ 2020 പോലും ഉണ്ടായിട്ടില്ല. കാരണം അന്നൊന്നും ഇത്രത്തോളം സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാലത്ത് വളരെ ആക്റ്റീവായി ഈ ടൈമിൽ ഒരുപാട് അതിൻ്റെ ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ ചിലപ്പോൾ ഒരുപാട് ഓഡിയോ ലോഞ്ചും കാര്യങ്ങളൊക്കെ വരും. എന്നാലും വെയിറ്റ് ചെയ്യുക. ആഘോഷിക്കാനുള്ള എല്ലാം നമുക്ക് ഏപ്രിൽ 23-ന് അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അർമാദിക്കാം, ആഘോഷിക്കാം. ബാക്കി സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് പറയാം. ഓക്കെ.